കോഴിക്കോട് ഹോട്ടലിന്റെ മാലിന്യ ടാങ്കിൽ 2 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ച സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തൊഴിലാളികൾ വിഷവാതകം ശ്വസിച്ചതിനെ തുടർന്നാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ്ന മുരളി ചേരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോവൂർ ഇരിങ്ങാലമ്പള്ളിയിൽ 2 തൊഴിലാളികൾ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിന്റെ ശ്വാസമുട്ടി മരിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു. അതിനുശേഷം അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ 2 തൊഴിലാളികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിരുന്നു. ശേഷമാണ് ഇത് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നത്. അതിലിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഈ 2 തൊഴിലാളികളും വിഷവാതകം ശ്വസിച്ചതിനെ തുടർന്നാണ് മരിച്ചത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റു പരിക്കുകളൊന്നും ഇവരുടെ തൊഴിലാളികളുടെ ദേഹത്ത് ഇല്ലായിരുന്നു എന്നും ഒരു പ്രാഥമിക നിഗമനം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നുണ്ട്. അതായത് ഇതിൽ 1 മാസക്കാലമായി പൂട്ടിയിട്ടിരുന്ന ഒരു ഹോട്ടലായിരുന്നു. അതിലത്തെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഇവർക്ക് ഈ ദുരന്തം ഉണ്ടാകുന്നത്. മാത്രമല്ല ഇതിൽ 10 അടിയോളം താഴ്ചയുള്ള ഒരു ടാങ്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലത്തെ മാലിന്യം സൂക്ഷിച്ചിരുന്ന ടാങ്ക് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ വിഷവാതകം ശ്വസിച്ച് തന്നെയാണ് മരിച്ചത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. മറ്റ് മുറിവുകളൊന്നും ഇല്ലെന്നും അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഏത് വിഷവാതകം ശ്വസിച്ചാണ് മരിച്ചത് എന്നറിയണമെങ്കിൽ തുടർ നടപടികൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. കെമിക്കൽ റിപ്പോർട്ട് അടക്കം പുറത്തു വരേണ്ടതുണ്ട്. ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ മറ്റ് തുടർ നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ. കോഴിക്കോട് ഹോട്ടലിലെ മാലിന്യ ടാങ്കിൽ 2 തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തൊഴിലാളികൾ വിഷവാതകം ശ്വസിച്ചതിനെ തുടർന്നാണ് മരിച്ചതെന്നാണ് പ്രാഥമിക വിവരം.